ഹായ് വ്യൂവേഴ്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേന്ദ്ര സർക്കാർ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കായി നടപ്പിലാക്കി വരുന്ന ഇ-ശ്രം പദ്ധതിയെക്കുറിച്ചാണ്. എന്താണ് ഇ-ശ്രം? ആർക്കൊക്കെയാണ് ഈ പദ്ധതിയുടെ ഗുണങ്ങൾ ലഭിക്കുന്നത്? ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് എന്തെങ്കിലും ധനസഹായം ലഭ്യമാകുമോ? ഇ-ശ്രം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞവർക്ക് ഇതിൽ അപ്ഡേഷൻസ് ചെയ്യാൻ സാധിക്കുമോ? ഇ-ശ്രം പദ്ധതിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടു തൊഴിലാളികൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി എവിടെ നിന്നാണ് ലഭ്യമാകുന്നത് തുടങ്ങി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ലഭ്യമാക്കിയിരിക്കുന്നു. ആദ്യമായി നമുക്ക് എന്താണ് ഇ-ശ്രം എന്ന് നോക്കാം. ഇന്ത്യ ഗവൺമെന്റ് തൊഴിൽ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച അസംഘടിത തൊഴിലാളികളുടെ സമഗ്രമായ ദേശീയ ഡാറ്റാബേസാണ് ഇ-ശ്രം. രാജ്യത്തുടനീളമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ക്ഷേമ ആനുകൂല്യങ്ങളും സാമൂഹിക സുരക്ഷാ നടപടികളും എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. അസംഘടിത തൊഴിലാളികൾക്ക് രജിസ്റ്റർ ചെയ്യാനും തിരിച്ചറിയൽ കാർഡുകൾ നൽകാനും വിവിധ സർക്കാർ പദ്ധതികൾ, ആനുകൂല്യങ്ങൾ, സേവനങ്ങൾ എന്നിവ കൂടുതൽ കാര്യക്ഷമമായി ലഭ്യമാക്കുക എന്നത് കൂടി ഇത് ലക്ഷ്യം വയ്ക്കുന്നു. അടുത്തതായി നമുക്ക് എന്താണ് അസംഘടിത മേഖലയെന്നും അസംഘടിത തൊഴിലാളിയെന്നും നോക്കാം. ESICയിലോ EPFOയിലോ അംഗമല്ലാത്ത ഭവനാധിഷ്ഠിത തൊഴിൽ ചെയ്യുന്നവരും സ്വയം തൊഴിൽ ചെയ്യുന്നവരും അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന കൂലിത്തൊഴിലാളികളും അസംഘടിത തൊഴിലാളി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ചരക്കുകളുടെ അല്ലെങ്കിൽ സേവനങ്ങളുടെ ഉൽപ്പാദനം, വിൽപ്പന എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നതും 10-ൽ താഴെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നതുമായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ യൂണിറ്റുകൾ ഉൾപ്പെടുന്നതാണ് അസംഘടിത മേഖല. ഈ യൂണിറ്റുകൾ ESICയുടെയോ EPFOയുടെയോ കീഴിൽ വരുന്നതല്ല. അടുത്തതായി ഇ-ശ്രമിൽ രജിസ്റ്റർ ചെയ്യാൻ തൊഴിലാളിക്ക് വേണ്ട വരുമാനം, പ്രായ മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അസംഘടിത തൊഴിലാളിയായി ഇ-ശ്രമിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വരുമാന മാനദണ്ഡങ്ങൾ ഒന്നും തന്നെയില്ല. എന്നാലും തൊഴിലാളി ഒരിക്കലും ആദായനികുതി അടയ്ക്കുന്ന വ്യക്തി ആകാൻ പാടില്ല. അസംഘടിതവും 16-നും 59-നും ഇടയിൽ പ്രായവുമുള്ള ഏതൊരു തൊഴിലാളിക്കും ഇ-ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ അർഹതയുണ്ട്. അടുത്തതായി ഇ-ശ്രമിൽ രജിസ്റ്റർ ചെയ്യാൻ തൊഴിലാളിക്ക് വേണ്ട രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി വേണ്ടത് തൊഴിലാളിയുടെ ആധാർ നമ്പർ, അടുത്തതായിട്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള തൊഴിലാളിയുടെ മൊബൈൽ നമ്പർ എന്നിവയാണ്. എന്തെങ്കിലും കാരണവശാൽ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ ലഭ്യമല്ലെങ്കിൽ തൊട്ടടുത്ത കോമൺ സർവീസ് സെന്റർ സന്ദർശിച്ച് ബയോമെട്രിക് ഓതന്റിക്കേഷൻ വഴി രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. അടുത്തതായി ഇ-ശ്രം രജിസ്റ്റർ ചെയ്യുന്ന അസംഘടിത തൊഴിലാളികൾക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അസംഘടിത തൊഴിലാളികളുടെ കേന്ദ്രീകൃത ഡാറ്റാബേസായ ഇ-ശ്രം പോർട്ടൽ വഴിയായിരിക്കും അസംഘടിത തൊഴിലാളികൾക്ക് വിവിധ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത്. കൂടാതെ ദേശീയ പകർച്ചവ്യാധി പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ സഹായങ്ങൾ ലഭ്യമാക്കുന്നത് ഇ-ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അർഹരായ തൊഴിലാളികൾക്കായിരിക്കും. ഇ-ശ്രം സേവനങ്ങൾ എങ്ങനെയാണ് ലഭ്യമാകുന്നതെന്നാണ് അടുത്തതായി പറയുന്നത്. ഇ-ശ്രം പോർട്ടൽ വഴിയാണ് ഈ സേവനങ്ങൾ ലഭ്യമാകുന്നത്. www.isram.gov.in എന്ന വെബ്സൈറ്റ് വഴി സ്വന്തമായിട്ടും കോമൺ സർവീസ് സെന്ററുകൾ മുഖേനയും ആധാർ ലിങ്ക് ചെയ്തിട്ടുമുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി എന്താണ് യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ എന്ന് നോക്കാം. ഇ-ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ഓരോ അസംഘടിത തൊഴിലാളിക്കും പ്രത്യേകമായി ലഭിക്കുന്ന 12-അക്ക നമ്പറാണ് യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ UAN എന്ന് പറയുന്നത്. ഇതൊരു സ്ഥിരം നമ്പറാണ്. ഇ-ശ്രം കാർഡ് പുതുക്കേണ്ടതുണ്ടോ എന്നാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. ഒരിക്കൽ ലഭിച്ച ഇ-ശ്രം കാർഡ് ഒരിക്കലും പുതുക്കേണ്ട ആവശ്യമില്ല. എന്നാലും കാർഡിലെ വ്യക്തിഗത വിവരങ്ങൾ ആവശ്യമെങ്കിൽ തൊഴിലാളിക്ക് പുതുക്കാവുന്നതാണ്. ഇത് ഇ-ശ്രം പോർട്ടൽ വഴി തൊഴിലാളിക്ക് സ്വന്തമായോ കോമൺ സർവീസ് സെന്റർ വഴിയോ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇ-ശ്രം പോർട്ടലിൽ തൊഴിലാളിയുടെ ഫോട്ടോ മാറ്റുവാൻ സാധിക്കുമോ എന്ന് നോക്കാം. രജിസ്ട്രേഷൻ സമയത്ത് ആധാർ സേവനങ്ങളിൽ നിന്നാണ് ഫോട്ടോ ലഭ്യമാകുന്നത്. ആയതിനാൽ ഇ-ശ്രമിൽ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാനുള്ള വ്യവസ്ഥ ലഭ്യമല്ല. എന്നാൽ ആധാർ കാർഡിൽ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഇ-ശ്രം പോർട്ടലിൽ KYC ചെയ്താൽ ഇ-ശ്രം പോർട്ടലിലും ഫോട്ടോ അപ്ഡേറ്റ് ആകുന്നതായിരിക്കും.
അടുത്തതായി ഈ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ എന്തെങ്കിലും സമയപരിധി ഉണ്ടോ എന്ന് നോക്കാം. രജിസ്ട്രേഷൻ അവസാന തീയതിയില്ല. തൊഴിലാളികളുടെ സൗകര്യാർത്ഥം ഏതു സമയത്തും ഈ ശ്രം പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഈ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് എന്തെങ്കിലും ധനസഹായം ലഭ്യമാകുന്നുണ്ടോ എന്നാണ് അടുത്തതായി നോക്കുന്നത്. നിലവിൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ഇപ്പോൾ ഈ ശ്രം പോർട്ടൽ വഴി അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ മാത്രമാണ് നടത്തുന്നത്. അടുത്തതായി ഈ ശ്രം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, പരാതികൾ എങ്ങനെയാണ് ദൂരീകരിക്കുന്നത് എന്ന് നോക്കാം. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങളും പരാതികളും തീർപ്പാക്കുന്നതിന് വേണ്ടി ഒരു ദേശീയ ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ നമ്പർ 1434 അല്ലെങ്കിൽ 1800889681 എന്നാണ്. ഞായറാഴ്ചകൾ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഇത് ലഭ്യമാണ്.